കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം ആലോചിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ മാത്രം എന്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കണം? അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് മധു തന്നെ ആയിരുന്നല്ലോ. അത് മോശം വേഷങ്ങളിൽ അഭിനയിച്ച് മടുത്തിട്ടല്ലേ? ഇപ്പൊ നല്ല വേഷത്തിന് ആരെങ്കിലും വിളിച്ചോ? വിളിക്കാത്തത് ഞാൻ അഭിനയം നിർത്തിയെന്ന് തോന്നലുണ്ടാവാം. അല്ലെങ്കിലും നല്ലതും ചീത്തയൊന്നും നോക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എത്ര ചിത്രങ്ങളാ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കുന്നത്. പെട്ടെന്നാണല്ലോ മധുവിന് തിരിച്ചറിവുണ്ടായത്. ഈ ചെറിയ ജീവിതം മടുത്തു അല്ലേ? ആരാധകർ, സ്തുതിപാഠകർ, ആജ്ഞാനുവർത്തികൾ, വർണ്ണശബളമായ ആ ലോകത്തു നിന്നുള്ള വീഴ്ചയുടെ വേദന ഇപ്പോഴാണ് അറിയുന്നത്. ഉദയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ ജീവിതം നമ്മുടെ രണ്ടുപേരുടെയാണ്. അതിൽ എന്റെ പങ്ക് ഞാൻ ചെയ്യണ്ടേ? ഓ, അതുകൊണ്ടാണ്, അല്ലാതെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടല്ല. തുല്യ പങ്ക് വഹിക്കാൻ. തെളിച്ചു പറഞ്ഞാൽ എന്റെ മാത്രം വരുമാനം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മധു ഭയപ്പെടുന്നു. തിരക്കഥ എഴുതാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. വേറെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് മധു എനിക്ക് പറഞ്ഞു തരൂ. ഇഷ്ടമില്ലാത്ത സീൻ അഭിനയിക്കാതെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് ഇപ്പൊ നല്ല വേഷവും ചീത്ത വേഷവും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. അതും ഇപ്പൊ വേണ്ട. ഞാൻ വലിയൊരു സംവിധായകനായി കയ്യിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മധു ജോലിക്ക് പോയാൽ അതെന്റെ ഉള്ളിലുള്ള അപകർഷതാബോധം വളർത്തുകയുള്ളൂ. ഉദയേട്ടൻ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല. ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഉള്ളിൽ കടന്ന് നീറുന്നത് മുഴുവൻ പുറത്തേക്ക് വലിച്ചിടരുത് മധു. ഇങ്ങനെ ആർഗ്യുമെന്റിന് വരാതെ കുറച്ച് സ്വൈര്യം തരൂ. ആർഗ്യുമെന്റിന് ഞാൻ വന്നില്ലല്ലോ, അഭിപ്രായം ചോദിച്ചു. ഇതാണ് ആർഗ്യുമെന്റ്. ഇത് തന്നെയാണ് ആർഗ്യുമെന്റ്. നല്ല കീറാണല്ലോ. എത്രണ്ണമായി? വരുമ്പോഴേ ഞാൻ കണ്ടു. പിന്നെ ചുമ്മാ നിങ്ങളുടെ പ്രൈവസി കയറി കത്തി വഹിക്കണ്ടെന്ന് വെച്ചു. എന്നെ മനസ്സിലായോ? ചുവന്തങ്കിയുടെ പ്രൊഡ്യൂസർ ജോമോൻ കണ്ടത്തിൽ നമ്മൾ 1-2 തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുവോ? ഇയാള് ഭാഗ്യവാനല്ലേടോ, ഭാഗ്യവാൻ. മലയാളത്തിന്റെ താരസുന്ദരിയല്ലേ താൻ ഒറ്റക്ക് കൊണ്ടുപോയി ഷാപ്പിട്ട് കളഞ്ഞത്. സത്യത്തിൽ അവളെ നായികയാക്കി ഒരു പടം എടുക്കാനാ ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറുടെ വേഷം കെട്ടിയത് തന്നെ. ലേറ്റായിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതുസ്വത്ത. അവരെ ഇതുപോലെ അഭിനയിക്കാൻ വിടാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി അടയിരിക്കുന്നത് തോന്നിയാസാണ്. മധുമതി അഭിനയിക്കുമെങ്കിൽ ഞാൻ ഇനിയും പടം പിടിക്കും. അതെന്റെ ഒരു മോഹ. പറയടോ, അവളെ താൻ ഇനി അഭിനയിപ്പിക്കും. ഇനി ഞാൻ വേറൊരു ഓഫർ തരാം. അവൾ അഭിനയിക്കുന്ന പടം താൻ തന്നെ വേണേ ഡയറക്റ്റ് ചെയ്തു. കമാൺ. ഇപ്പൊ എല്ലാവിധ ആർഗ്യുമെന്റ്സിനും ഞാൻ റെഡിയാണ്. ഐ ആം റെഡി. കമാൺ, വാട്ട്സ് യുവർ പ്രോബ്ലം? ടെൽ മീ എവറിത്തിങ് one by one. But I tell you, this is the one and only day you can argue. Hereafter, no more arguments. I want peace of mind. Come on, speak up! ഇല്ലേ? ഒന്നും പറയാനില്ലേ? Okay, then good night.
ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ ലൈക്ക് ദാറ്റ്. അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. ഡു യു നോ സംതിങ്? ഞാൻ വല്ലപ്പോഴും ഇത്തിരി കുടിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം ഞാൻ കുടിച്ചത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഞാൻ തനിച്ചായിരുന്നപ്പോൾ എനിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ അപ്പം സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പോയി. ഐ ലോസ്റ്റ് എവറിത്തിങ്. 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 ഹലോ, ഞാൻ മധുമതിയാണ്. ആരെ? മധുമതിയാണ്. അന്നൊരു ദിവസം ഉദയേട്ടന്റെ അനുവാദമില്ലാതെ ഞാൻ അങ്ങോട്ട് വന്നു. ഇന്ന് കാലത്ത് അതുപോലെ തന്നെ അവിടുന്ന് പോന്നു. പരസ്പരം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഇനി ഇത് വേണ്ട. ഉദയേട്ടൻ ഉദയേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. മധു, ഇറ്റ്സ് മൈ ഫാൾട്ട്, നോട്ട് ഹെർ ഫാൾട്ട്. ആർഭാടത്തോടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ ഒരു കുടിസ് മുറിയിൽ കൊണ്ടുവന്ന് അടച്ചിട്ടു. നല്ല ഭക്ഷണം കൊടുത്തോ, നല്ല ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തോ, പുറത്തേക്ക് എവിടെയെങ്കിലും വിളിച്ചോണ്ടോ? ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ദേവാനുവിനെ തകർത്തിട്ട് കടന്നു കളയാൻ ഞാനൊരാളെ അനുവദിക്കില്ല. റിഡിക്കുലസ്. വാട്ട് ദേവാനു, he can't do anything. തിരക്കഥ മോഷ്ടിച്ചുകൊണ്ടുപോയ കള്ളൻ രാജപ്പനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഉദയഭാനുവിന് ദൈവം ഓരോരുത്തരെയായി എൻ്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുക. എൻ്റെ ജീവിതം തകർക്കാൻ. എല്ലാം പോയി, സിനിമയും പോയി, കുടുംബവും പോയി. എല്ലാം പോയി, സിനിമയും പോയി, എൻ്റെ കുടുംബം പോയി. ഉദയ വന്നേ, നീ വണ്ടിലോട്ട് കയറി. എല്ലാം പോയി. മുഖം കഴിയിട്ട് വന്ന് ചായ കുടിക്കും. ഉദയൻ എപ്പോഴെങ്കിലും എന്നെ ഒരു സുഹൃത്തായി കരുതിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കരുതിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. വിഷമം വരുമ്പോൾ മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് ഒരു പഴയ ആലോചനയാണ്. കാലാകാലങ്ങളിൽ ഇത് പരീക്ഷിച്ചിട്ടുള്ളവരൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. അങ്ങോട്ടേക്കാണോ ഉദയന്റെയും പോക്ക്? ഞാൻ എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതായി. മദ്യപിച്ച് ഫുട്പാത്തിൽ ഛർദ്ദിച്ചാൽ എല്ലാത്തിനും പരിഹാരമായോ? ഉദയൻ പ്രതിഭയുള്ളൊരു കലാകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ ദുരിതങ്ങളടക്കം തൻ്റെ സൃഷ്ടിക്ക് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ പെയിൻ ഓഫ് കോൺഫ്രണ്ടിങ് ആൻഡ് റിസോൾവിങ് പ്രോബ്ലംസ് ദാറ്റ് വി ലേൺ. എൻ്റെ കണ്ടെത്തലല്ല, ചിന്തിക്കുന്നവർ പറഞ്ഞിട്ടുള്ളത്. നീ ഇങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല. എനിക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടടാ. നീ സിനിമ ചെയ്യണം, ഞാൻ മുടക്കം പണം.
നീ നിനക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചു. നേരാണോ ബേബിക്കുട്ടൻ പറയുന്നത്? സംശയം എന്താ? നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കണം. നീ വലിയൊരു സംവിധായകനാവും ഉദയ. പക്ഷെ ഒരു നിബന്ധന ഞാൻ വെക്കില്ല. സിനിമ ഒരു ബിസിനസ്സും കൂടിയാണെന്ന് ഞാനും മനസ്സിലാക്കണം. സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളില്ലെന്ന് ബേബിക്കുട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്. ഈ വരുന്ന സെപ്റ്റംബറിലോ സരോജ് സാറിന്റെ കോൾ ഷീറ്റ് ഈ വരുന്ന സെപ്റ്റംബറിൽ വേണമെന്ന്. മിസ്റ്റർ ബേബിക്കുട്ടൻ, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? അടുത്ത 7 കൊല്ലത്തേക്ക് സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ ഡേറ്റ് ഇല്ലെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമല്ലോ. നിങ്ങൾ മാത്രം അതറിഞ്ഞില്ലേ? ഇതിനിടയിലുള്ള 6 പടങ്ങളും ഞാൻ തന്നെ നിർമ്മിക്കും. അതായത് സരോജ് കുമാറിനെ വെച്ച് മറ്റുള്ളവർ മാത്രം കാശുണ്ടാക്കിയാൽ പോരല്ലോ. മാത്രമല്ല 7 കൊല്ലം കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു കിഴങ്ങനും ഞാൻ ഡേറ്റും കൊടുക്കില്ല. സരോജ് പച്ചാളം പ്രൊഡക്ഷൻസ് കമ്പൈൻഡായി പടങ്ങൾ നിർമ്മിക്കും, വിതരണം ചെയ്യും, കാശും വാരും. എനിക്ക് മിസ്റ്റർ സരോജുമായി നേരിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. നേരിട്ടോ? സരോജ് സാറുമായിട്ടോ? ഒരു പ്രയോജനവുമില്ല. ഞാൻ പറയാതെ അവിടെ ഇല പോലും അനങ്ങില്ല. അല്ല നല്ല പതുക്കപ്പാ, ഞാൻ വറുതൊക്കെ 4 നാളാവും. ഓക്കെ മിസ്റ്റർ ബേബിക്കുട്ടൻ, ഞാൻ ബെൻസ് കാറിൽ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഗുഡ് ബൈ. മാറോ സെക്യൂരിറ്റി.